നമസ്കാരം, റിപ്പോർട്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. പ്രകൃതി ചില പാഠങ്ങൾ പഠിപ്പിക്കും. അതാണ് ആലപ്പുഴയിലും കുട്ടനാട്ടിലും കാണുന്നത്. ഒരു മാസം നീണ്ടുനിന്ന മഴ പലതും പഠിപ്പിച്ചു. മുന്നും പിന്നും നോക്കാതെ വൻതോതിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കുട്ടനാട്ടിൽ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. 1/4 നൂറ്റാണ്ടിന് ശേഷം പെയ്ത തോരാമഴ കുട്ടനാടിന് പരീക്ഷണ പാഠമായി. അന്താരാഷ്ട്ര നീർത്തട സൂചികയിൽപ്പെട്ട റാംസർ സൈറ്റ്, ആഗോള കാർഷിക പൈതൃക കേന്ദ്രം, വിനോദസഞ്ചാരികളുടെ പറുദീസ, ഇതെല്ലാമാണ് വിദേശികൾക്ക് കുട്ടനാട്. മലയാളിക്കോ ഇത് നമ്മുടെ നാടിൻ്റെ നെല്ലറയാണ്. എന്നാൽ ഈ നാടിനെ ഇതെല്ലാം ആക്കി തീർത്ത ഇവിടുത്തെ കർഷകരും ഈ നാടും അശാസ്ത്രീയ വികസനത്തിൻ്റെ ഇരകളായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി തിമിർത്ത് പെയ്യുന്ന കാലവർഷം കുട്ടനാടിനെ ജലപ്രളയത്തിലാക്കി. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുട്ടനാട് ഇത്തരത്തിലൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. കുട്ടനാട്ടിലെ 80,000-ഓളം കുടുംബങ്ങളിൽ പലരുടെയും ഒരായുസിൻ്റെ സമ്പാദ്യമാകെ പ്രളയം കവർന്നെടുത്തു. എനിക്ക് 63 വയസ്സുണ്ട്. എൻ്റെ മകളുടെ കല്യാണവും അടുത്തിരിക്കുകയാണ്. ഞാൻ ഈ 63 വയസ്സിൽ സമ്പാദിച്ചത് മുഴുവൻ ഒഴുകിപ്പോയി. ഉടുത്തിരിക്കുന്ന ഉടുതുണി മാത്രമേ മിച്ചമുള്ളൂ. കിടക്കാൻ പോലും ഒരു ഭൂമിയില്ല. കൃഷിയിറക്കിയതും ഒരുക്കിയിരുന്നതുമായ ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങൾക്കൊപ്പം കൃഷിക്കായി വായ്പ വാങ്ങിയ കുട്ടനാടൻ കർഷകരുടെ പണവും വെള്ളത്തിലായി. നെൽകൃഷിയും മത്സ്യബന്ധനവും മാത്രം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ഇവിടുത്തുകാരുടെ ജീവിതമാർഗങ്ങൾ പാടെ അടഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ലഭിക്കുന്ന ഭക്ഷണം മാത്രമാണ് ഇന്ന് ഇവരുടെ ആശ്രയം. 22,000 കുടുംബങ്ങളിൽ നിന്നായി 1.5 ലക്ഷം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 19 പഞ്ചായത്തുകളിലായി 250ഓളം ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത്. പല ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത് അടച്ചുറപ്പുള്ള കെട്ടിടങ്ങളിലല്ല. ബോട്ട് ജെട്ടികളിൽ ഭക്ഷണം പാകം ചെയ്ത ശേഷം സമീപത്തുള്ള ഏതെങ്കിലും പാലത്തിന് മുകളിലാണ് സ്ത്രീകളും കുട്ടികളും ഉറക്കം. ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ക്യാമ്പ് കൊണ്ട് കഴിഞ്ഞു കൂടുക. 25 ദിവസമായിട്ട് വെള്ളം കയറിയിട്ട് ഞങ്ങൾ വെള്ളം കയറി 25 ദിവസമായിട്ട് തലയ്ക്കെല്ലാം ഇച്ചിരി ഇടി കൊണ്ടുവിടാം. നിന്നേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അരയടി കൂടെ വെള്ളം ഇതിനകത്തുണ്ടായിരുന്നു. കിടക്കുന്നത് ഇപ്പം ഞങ്ങളുടെ തോന്നിൻ്റെ പുറത്ത് തന്നെ തട്ടിട്ട് കിടക്കും. വെള്ളം കയറിയിട്ട് ഇഴജന്തുക്കൾ ധാരാളം വരുന്നുണ്ട്. എലിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. എലി കയറിയിട്ട് നമ്മൾ തട്ടയിലും കട്ടിലേലും ഒക്കെ നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത് എല്ലാം തട്ടി വെള്ളത്തിലിടുകയും നമുക്ക് ഒത്തിരി നശിപ്പാണ് വരുന്നത്. പിന്നെ പറമ്പിലെല്ലാം ഒരു 10-100 ചൂട് ചേനയുണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു, എല്ലാം നശിച്ച്. അതുപോലെ നമുക്കുള്ള ഉപകരണങ്ങൾ സാധനങ്ങളെല്ലാം അങ്ങ് നശിച്ചുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ പ്രാഥമിക കണക്കനുസരിച്ച് ഈ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ നശിച്ച കൃഷിയുടെയും വീടുകളുടെയും റോഡുകളുടെയും മൂല്യം ഏകദേശം 33 കോടി രൂപ വരും. 42 വീടുകൾ പൂർണ്ണമായും 832 വീടുകൾ ഭാഗികമായും തകർന്നു. ആയിരക്കണക്കിന് ഹെക്ടറിലെ കൃഷി നശിച്ചു. യഥാർത്ഥ കണക്ക് ഇതിലും ഏറെയായിരിക്കും. ദുരിതാശ്വാസത്തിനായി കുട്ടനാടിന് കോടികൾ അനുവദിച്ചുവെങ്കിലും തുടർ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വെള്ളപ്പൊക്കം പ്രമാണിച്ച് സർക്കാരിൽ നിന്ന് യാതൊരൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം ഞങ്ങൾ പെണ്ണുങ്ങളായിട്ട് കിലോമീറ്റർ അകലെ പോയാണ് വള്ളത്തിൽ പോയി പ്രാഥമിക കരിഞ്ഞേച്ച് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ട് ഇവിടെ കഴിയുന്നത്. ക്യാമ്പിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് പാലത്തിൽ തന്നെയാണ് കിടപ്പും ഇരിപ്പും. വെള്ളപ്പൊക്കം കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇത്തവണത്തെ വെള്ളപ്പൊക്കം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം അത് പ്രകൃതിദത്തമായിരുന്നില്ല. പ്രകൃതിയുടെ സ്വാഭാവിക പ്രക്രിയകളിന്മേൽ വികസനത്തിൻ്റെ പേരിൽ മനുഷ്യൻ നടത്തിയ കടന്നുകയറ്റത്തിൻ്റെ ഫലമായിരുന്നു. ഇത്തവണത്തെ പ്രളയത്തിന് കാരണം അധികാരികളുടെ അശ്രദ്ധയും
അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ്. ആധുനികമെന്ന പേരിൽ ഇവിടെ നടത്തിയ കാർഷിക പരിഷ്കാരങ്ങൾ പലതും കുട്ടനാട്ടുകാരുടെ പാരമ്പര്യ കൃഷിരീതിയെ പാടെ തകർത്തു. ബണ്ടുകളും സ്പിൽവേകളും സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി. കനാലുകളും തോടുകളും ശുചീകരിക്കാത്തതും പ്രശ്നം സങ്കീർണമാക്കി. പണ്ട് നടപ്പാതെയായിരുന്ന തോടിൻ്റെ സൈഡ് മുഴുവനും ആറ്റിലേക്ക് ഇറക്കിയിട്ട് തോടെല്ലാം സോഡാക്കുപ്പിയുടെ കഴുത്ത് പോലായി മാറി. അങ്ങനെ വികസനത്തിന് വേണ്ടി കനാലുകളെയും തോടുകളെയും വെള്ളത്തിന് പോകാനുള്ള വഴികളെല്ലാം നമ്മൾ കവർച്ച ചെയ്തപ്പോൾ വെള്ളം തിരിച്ചടിച്ചു. ആ തിരിച്ചടിയാണ് ഇപ്പോൾ കുട്ടനാട് അനുഭവിക്കുന്നത്. പക്ഷേ ആർക്കാണ് ഇത് പറ്റിയത്? പാവപ്പെട്ടവർക്ക്. യഥാർത്ഥത്തിൽ വെള്ളപ്പൊക്കം കുട്ടനാടിനെ ശുചീകരിക്കുന്ന പ്രകൃതിയുടെ പ്രക്രിയയാണ്. എന്നാൽ പ്രകൃതിയെ അതിനനുവദിക്കാതെ വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞ് മനുഷ്യൻ നടത്തിയ ഇടപെടലുകളുടെ തിരിച്ചടിയാണ് കുട്ടനാടിന്ന് അനുഭവിക്കുന്നത്.